ഹേ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ സാറ്റ് കളിക്കാൻ പോവുകയാണ്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ചാല മാർക്കറ്റ്. അപ്പോൾ നമുക്കൊരു കണ്ടസ്റ്റൻ്റ് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടസ്റ്റൻറ്റ്. അപ്പം ഈ ചാലക്കകത്ത് എവിടെ വേണോ ഒളിക്കാം. ഇല്ല, കടയിൽ ഒളിക്കാൻ പാടില്ല, വണ്ടികളിൽ കയറാൻ പാടില്ല, ചാലയുടെ വെളി ഇറങ്ങാൻ പാടില്ല. 30 മിനിറ്റ് ഒളിക്കാൻ സമയമുണ്ട്. ഇല്ല, ചാലയ്ക്ക് വെളി ഇറങ്ങിക്കൂടാ. ഈ 2 കിലോമീറ്റർ റോഡും ഇതിൻ്റെ സൈഡിലുള്ള സബ് റോഡുകൾ എവിടെ വേണോ കയറാം. പക്ഷേ വെളി ഇറങ്ങാൻ പാടില്ല, ഒരു കടയ്ക്കകത്തും കയറാൻ പാടില്ല. 30 മിനിറ്റ് ഒളിച്ചിരിക്കണം. ഒളിക്കാൻ വേണ്ടി കുറച്ച് സമയം തരാം. അത് കഴിഞ്ഞ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി വരും. ഈ 30 മിനിറ്റ് കഴിഞ്ഞിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആര് ജയിക്കും. പക്ഷേ ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ തോക്കും. അപ്പോൾ ഒളിക്കാൻ റെഡി അല്ലേ? ഇപ്പോൾ സമയം 4:30. അപ്പം ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒളിക്കാവുള്ളൂ. 5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെ വരെ ഞാനൊരു 100 വരെ അല്ല. അപ്പൊ ആ സമയം കൊണ്ട് ഒളിച്ചോ. ഒളിക്കാൻ നമ്മൾ പറഞ്ഞു വിട്ട് പിന്നെ നമുക്കൊരു 100 സെക്കൻഡ് ഒളിക്കാൻ കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്കിനി ഒരു 100 വരെ ഒന്നും എണ്ണാൻ വയ്യ. 1 മിനിറ്റ് കഴിഞ്ഞ് പോവാം. ഓക്കെ. ഇപ്പം ഒളിക്കാൻ കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി സമയം കളയാതെ പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതെന്ന് പറയുന്നത് ഒരു 2 കിലോമീറ്റർ ലെങ്ത് ഉള്ള റോഡാണ് ചാല. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഈ ചാലഞ്ച് എത്ര ടഫ് ആയിരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് കിടന്ന് അലഞ്ഞാൽ നമുക്ക് സമയം പോകും, കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ബുദ്ധിപൂർവ്വം നിന്നാൽ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാമല്ലോ ഇവിടുത്തെ തിരക്ക്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയിട്ടും ഇവിടെ നല്ല തിരക്കുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഗോ. ഈ റോഡും കഴിഞ്ഞ് നമുക്ക് ഇനി അപ്പുറത്തെ റോഡിലും കൂടെ പോവാം. എന്തായാലും ഈ റോഡ് കഴിഞ്ഞ് അവൻ പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ഇപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് റോഡ് എടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു മുതുക്ക് കയറിയെന്നാണ് തോന്നുന്നത്. കാരണം 2 മിനിറ്റ് സമയം കൊണ്ട് സ്ട്രെയിറ്റ് റോഡ് കയറിയിരുന്നെങ്കിൽ ഇവിടെ വലുതായിട്ട് നമുക്ക് ഒരു ദൂരോട്ടെങ്കിലും നിൽക്കണത് കാണാൻ പറ്റുമോ. അപ്പം കുറച്ച് ഫ്രണ്ടിൽ വന്നിട്ടും ദൂരെ നിൽക്കണമൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പൊതുവെ ഷോപ്പ് അടുത്തടുത്തിരിക്കുന്നുണ്ട്. ഇപ്പം ബാഗ് ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, അങ്ങനെ ഇഷ്ടം പോലെ ഷോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വില കുറവിന് ഇവിടെ എടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പം ഏതോ വഴി കയറിയിട്ടുണ്ട്, ഇടത് സൈഡോ വലത് സൈഡ്. അപ്പം നമുക്ക് ഏതെങ്കിലും വഴി കണക്ട് ചെയ്ത് പെട്ടെന്ന് പോയി നോക്കാം. ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ പോകുന്നത് അവൻ കണ്ടുപിടിക്കാൻ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുന്നു. ഗൈസ്, ഇപ്പം നമുക്കൊരു ഇടതും ഉണ്ട്, ഒരു വലതും ഉണ്ട്. അപ്പോഴത്തേക്കും നേരെ പോയിട്ടില്ലെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായി. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ഇടതോ വലതോ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നത് ഇടതെടുത്തിരിക്കുമെന്നാണ്. നമുക്ക് ഇടതോട്ട് കയറി നോക്കാം. വായോ. ഇതുവരെ നമ്മൾ അവനെ കണ്ടിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇതാണ് നോക്കാം, നമുക്ക് നമ്മളെ കണ്ടുപിടിക്കോ ഇല്ലേ. നമ്മൾ ഈ കയറിയ ഇടത് മണ്ടത്തൂരായിപ്പോൾ. ഇത് എൻ്റെയാണ്. നമുക്കിനി നമ്മൾക്ക് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ വലത് കയറി നോക്കാം. ഓക്കെ, പെട്ടെന്ന് പോകാം. നമുക്ക് ഈ റോഡ് ഏതായിട്ടുണ്ട്, നമുക്ക് അടുത്ത ഈ റോഡിൽ കൂടെ പോകാം. ഇതുവരെ നമ്മൾ അവൻ കണ്ടുപിടിച്ചിട്ടില്ല. വലത് കയറിയിട്ട് വീണ്ടും നമ്മൾ എൻ്റിലോട്ടാണ് കയറി പോകുന്നത്. നമുക്ക് മാത്രം എന്താണോ ഇങ്ങനെ. ഈ വഴി എൻ്റെ ആണെങ്കിൽ വീണ്ടും നമ്മൾ നല്ല കുറച്ച് സമയം വേസ്റ്റ് ആയി. അങ്ങോട്ട് എൻ്റെ ആണോ ഇല്ലേന്ന് അറിഞ്ഞോ. എൻ്റെ ആയിരിക്കുമെങ്കിൽ വീണ്ടും നമ്മുടെ ടൈം വേസ്റ്റ്. പക്ഷെ വഴി പോകുന്നുണ്ട്. ഇല്ല ഗൈസ്, ഇത് എൻ്റെ മിക്കവാറും നമുക്ക് മെയിൻ റോഡ് പിടിച്ച് തന്നെ പോകേണ്ടി വരും. ആരുടെ ഏറ്റവും ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതുവരെ നമ്മളെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇടത് സൈഡ് ഫുള്ള് കഴിഞ്ഞ് ആ ഡിപ്പോയും ഇതൊക്കെ വരണമുണ്ട്. ഒരുപാട് എൻ്റെകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മാക്സിമം വലുത് പറഞ്ഞ റോഡുകൾ, അറിയാവുന്നുള്ള റോഡുകൾ കയറി പെട്ടെന്ന് നോക്കി നമുക്ക് ഇറങ്ങാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റോഡ് വൈകി ചെയ്തിട്ട് നമുക്ക് അടുത്ത റോഡിലോട്ട് പോകാം. നമുക്കൊരു ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തതല്ല, ഫോട്ടോ കാണിച്ചിട്ട് ഇതേപോലെ ഈ ആളെ കണ്ടാൽ ആർക്കെങ്കിലും ചോദിച്ചതല്ല. പക്ഷെ അവരിനി വേറെ വല്ലതും വിചാരിക്കുമോ.
ഇല്ല കള്ളിയെന്നല്ലോ വിചാരിച്ച് പിടിച്ച് കെട്ടി വെച്ചാലേ. നമുക്കിതും കുറേ റോഡുണ്ട്. നമുക്ക് ഓരോ വഴി ഇടയ്ക്ക് ഇങ്ങനെ കയറി കയറാൻ പോകാൻ പറ്റുന്ന റോഡാണ്. ഇവിടെ ടീസിനൊക്കെ നമുക്ക് ഈ വലത് കയറി നോക്കാം. ഈ വലതാകുമ്പോഴത്തേക്കും അപ്പുറത്തെ റോഡ് കണക്ട് ആവുമെന്ന് തോന്നുന്നു. കണ്ടിട്ട് തന്നെ ഒരു വലിയ റോഡായിട്ട്. ഇതുവരെ അവൻ നമ്മളെ കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ എൻ്റെ ഒരു ചതി പ്ലാൻ ഉണ്ട്. നമുക്ക് ഒരു സമയം ആവാറാകുമ്പോൾ അവിടെ പോയി നിൽക്കണം. 5 മണിക്ക് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഔട്ടാണ്. അപ്പോൾ സമയം ആവാറായെന്ന് പറഞ്ഞ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുകയാണെങ്കിൽ, സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കാണുകയാണെങ്കിൽ ഔട്ടാണ്. ചതിയാണ്, പക്ഷേ നിയമങ്ങളാണ്. ബുദ്ധി ഉപയോഗിച്ച് വേണം കളിക്കാൻ. ഇതിനകത്ത് കൂടി കയറി നോക്കാം. പക്ഷേ ഇത് മറ്റേ കോളനി പോലെ ചെറുതായിട്ട് കുറേ മുടുക്ക് സ്പ്രെഡായി കിടക്കുകയാണ്. ഇതിൻ്റെ അത് നമുക്ക് വഴിതെറ്റി പോകുന്നതാണ് നമ്മുടെ ഡൗട്ട്. നോക്കാം. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇതുവരെയും അവൻ നമ്മളെ കണ്ടുപിടിച്ചിട്ടില്ല. അവ എവിടെയാണെന്ന് അത് അറിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഷോ. നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബൾക്കായിട്ട് ഡ്രസ്സൊക്കെ നൈറ്റി പാൻസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ എവിടെയൊക്കെ എത്തണം. മിക്കവാറും നമുക്ക് ഇതൊരു വിശ്വാസമാണ്. ആ പെണ്ണാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു ആളില്ലാത്ത സ്ഥലത്ത് ഒഴിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം എവിടെയെങ്കിലും കിടന്ന് നടക്കൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളും ഈ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നത്. നമ്മൾ വന്ന റോട്ടിൽ കൂടെ നമ്മൾ തിരിച്ചു പോവുകയും നമുക്ക് അടുത്ത റോട്ടിൽ കൂടെ പോകും. നമുക്ക് വീണ്ടും ഈ റോഡ് ഇറങ്ങി അടുത്തപ്പത്തെ റോഡിൽ കൂടെ പോകും. ഇതുവരെ അവൻ നമ്മളെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ തോന്നുന്നതെന്ന് വെച്ചാൽ, ഇപ്പം കൂടുതലായിട്ടും പെണ്ണുങ്ങളുടെ കോസ്മെറ്റിക് സാധനങ്ങളും അങ്ങനത്തെ മേടിക്കാനായിട്ടായിരിക്കുമല്ലേ വരുന്നത്. അപ്പോൾ ചാലയിൽ അത് കിട്ടുന്ന ആ ഒരു സ്പെസിഫിക് സ്ഥലത്ത് പോയി നോക്കിയാൽ ആ വഴികൾ അറിയാവുന്നതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും നിൽക്കുമെന്ന് ഇപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഈ ഡ്രസ്സുകൾ കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത്. ഇത് എനിക്കിപ്പോൾ ഈ വഴി മനസ്സിലായി. ഇത് നമ്മുടെ പത്മനാഭ തിയേറ്ററിൻ്റെ അവിടെ വെച്ചെന്ന് കയറുന്ന റൂബി നഗറാണ്. ആ നമ്മൾ നിന്ന് അവിടെ നിന്ന് ഈ വഴി കയറാനും പറ്റും. അപ്പം അങ്ങനെ കയറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കിയാൽ നമുക്ക് അവരെ ഒന്നെങ്കിൽ കാണാം, അല്ലെങ്കിൽ അവരുടെ പിറകിലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. 15 മിനിറ്റും കൂടി. നിങ്ങൾ എപ്പോഴെങ്കിലും ചാല മാർക്കറ്റ് വിസിറ്റ് ചെയ്യണം. സംഭവം ഇവിടെ നമുക്ക് ലാഭത്തിന് കുറേ സാധനങ്ങൾ എടുക്കാം. നമുക്ക് ഒരു ബിസിനസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇപ്പം ഷോപ്പിംഗ് ആയിക്കോട്ടെ, നമുക്ക് ബൾക്കായിട്ട് എടുക്കുന്നത് നമുക്ക് ഒരുപാട് എടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന് തൊട്ടപ്പുറത്തായിരുന്നു നമ്മൾ നിന്നത്. ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നല്ലേ നിങ്ങള്? നമ്മൾ അതുവഴിയാണ് വന്നത്. നിങ്ങളെ കണ്ടില്ല. നിങ്ങൾ ഇവിടെ ഒളിച്ചു തന്നെ നിന്നത്. നമ്മൾ 20 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നു വിചാരിച്ചു. ഞാനും വിചാരിച്ചില്ല കണ്ടുപിടിക്കുമെന്ന്. എന്തായാലും നമ്മൾ പോലും വിചാരിക്കാതെ നമ്മൾ ഈ ചലഞ്ച് വിൻ ചെയ്തിട്ടുണ്ട്.